കയറിയ ആൾക്ക് അത്ര വലിയ സംരക്ഷണം ആര് കൊടുക്കും? അള്ളാഹു കൊടുക്കും. അപ്പൊ ഏത് ദജ്ജാലും അങ്ങോട്ട് പായും. ഇത് എന്തിനുള്ളിലാണെങ്കിൽ, ഈ ഗൾഫിനുള്ളിലാണെങ്കിൽ. ഗൾഫാരാ? ഔലിയാക്കള്. ഏറ്റവും വലിയ ഗൾഫ് മുസ്തഫ നബി ആണെങ്കിൽ അതിന്റെ താഴെ ചെറിയ 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 ഗൾഫുകളില്ലേ, അതൊക്കെ ഔലിയാക്കന്മാരാണ്. മോനെ കുറ്റം പറഞ്ഞ് നടക്കരുത്, നീ ജോലെ പരിശോധിക്കാൻ നടക്കരുത്. ഒരിക്കൽ ലൈറ്റ് അടിച്ച് നോക്കുക. ഇപ്പൊ CM ലൈറ്റ് അടിച്ച് നോക്കാൻ പാടില്ല. ഇന്നത്തെ സിനിമാലിമാർക്ക് ഒക്കെ അബദ്ധത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണ്. വലിയ തിരിഞ്ഞാൽ പിന്നെ ഒരിക്കൽ ലൈറ്റ് അടിച്ച് നോക്കരുത്. ചെറിയ വലിയനൊക്കെ അള്ളാഹു വലിയ കാണിക്കും. അതിനൊക്കെ കയ്യിൽ നിൽക്കുന്നത് അപ്പച്ചി മുത്തരിയാവും. അസമോലി പിന്നെ കാളിയാവൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്ത് ചെയ്തു? കാല് വിട്ടുന്നു. അങ്ങനെ ഒരാൾ ഇവിടെ ചേകനൂരിനെ കുറ്റം പറയാൻ വരുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വിട്ടുന്നു. ഇത് കുറച്ചാളുകൾ മറ്റേ സഖാവ് കുഞ്ഞാലിനോട് പോയി പറഞ്ഞു, അതൊന്ന് കാണാലോ. കുഞ്ഞാലി എന്ത് പറഞ്ഞു? മൂപ്പര് ഏത് വസന വരെ വെച്ചു വാണിയമ്പലത്ത് പോയി കാത്തുന്നു. കുഞ്ഞാലിയും കുറച്ച് ആളുകളും പന്തം കൊളുത്തി പോന്നു. മോലിയരെ കാല് വിട്ടുന്ന പേരിടാറുണ്ട്. മനസ്സിലായില്ല? സഖാവ് ഞാൻ സഖാവാണ്, പക്ഷെ മോലിയർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം മൂല്യക്കുണ്ടാണോ? ഒരാളാണ് മുഹമ്മദ് മുസ്തഫ. ഇനി ഇതിൽ കൊച്ചു 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 കേഫുകളെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞത്? നിങ്ങൾ കേഫിൽ അഭയം തേടിക്കൂടെ? മനസ്സിലായില്ല? കേഫ് ഏത് കാലത്തുണ്ടാവും. കേഫ് എന്നാൽ ഗുഹ. ഏത് വലിയും ഒരു കേഫ് ആയിരിക്കും. അത് ചെറിയ കേഫ് അനക്ക് കയറി കുത്തിർക്കാൻ മതിയാവും. അപ്പൊ എന്താണ് അവസാന കാലഘട്ടത്തെ സന്ദേശം പറയും? നമ്മൾ എന്ത് ചെയ്യരുത്? ഒറ്റക്ക് നടക്കരുത്. എന്ത് ചെയ്യണം? ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ കൂടണം. ഇതതിന്റെ പാഠം. അല്ലാതെ പണ്ടേതോ ഒരാൾ 7 ആളുകൾ കാട്ടുകയറി കൂടി നല്ല അതിൻ്റെ അർത്ഥം. അതിനെനക്കെന്താ? ഒരു കാട്ടു പോകെ ഇതെന്താ എഞ്ചോടി കഥ? ഇതെന്താ എഞ്ചോടി കഥ? ഇതിൽ എനിക്കൊരു പാഠം വേണ്ട. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ അല്ലേ? ഔസേപ്പ് കഥകൾ ഉണ്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ, കലീലാവതി ഉണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ. ഔസേപ്പ് കഥകൾ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഒരു കഥകളാണ്. വെറുതെ ഇരിക്കുമ്പം വായിക്കാൻ പറ്റിയ ക്രിസ്ത്യാനികൾക്കുള്ള കഥകളാണ് എന്ത്? ഔസേപ്പ് കഥകൾ. ഇതെന്താ ഔസേപ്പ് കഥ? പണ്ട് 7 ആള് ഗുഹയിൽ പോയിന്. എന്നാ പറയാ, ബാക്കി പറയാം. എന്തായി ഇത്? പണ്ടത്തെ ഔസേപ്പ് കഥ പറയുന്ന നേരാണല്ലോ ദജ്ജാൽ വരുമ്പോ. ദജ്ജാൽ വരുമ്പോ നിങ്ങൾ ഔസേപ്പ് കഥ എന്താണ് ചെങ്ങായി മരങ്ങൾക്ക്? കഥ എന്ന നിലക്കൊക്കെ ഉണ്ട് ഔസേപ്പ് കഥ. നടന്നാതെയാണ് ദജ്ജാൽ എങ്ങനെ വരുമ്പോ നമുക്ക് കഥ വായിക്കണ നേരം? നിങ്ങളിന്റെ കൂടെ ഉണ്ടോ? പൂരത്തിൽ ആന വരണ്ടോടി കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രക്ഷപ്പെട്ട് പാഞ്ഞു വന്നവനോട് പത്രക്കാർ ചോദിച്ചില്ലേ, ആന വരണ്ടോടി വന്നപ്പോൾ നിങ്ങളുടെ വികാരം എന്തായിരുന്നു? അപ്പോ അയാൾ പറഞ്ഞേ, എനക്കെന്താ പിരാന്തുണ്ട് എന്നായി. ആ നേരത്തെ വികാരം എത്തും. ദജ്ജാൽ വരുന്ന നേരത്തെ എന്താ ഔസേപ്പ് കഥ പറയാ? എന്താ എന്തെങ്കിലും ഇയാളെ വർത്താനം? ഒരു ഗുണപാഠുണ്ട്. എന്താ ഗുണപാഠം? ഈ സമയമാകുമ്പോ കേഫ് കണ്ടെത്തിക്കൂടെ. കേഫ് കണ്ടെത്തിയവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കേഫ് കണ്ടെത്തിക്കോ, അതിന്റെ ഒപ്പം കൂടുക, ഒരാളെ ഫോളോ ചെയ്യാം. അയാൾ കേഫാണ് നമുക്ക് ബോധ്യപ്പെടണം. ആ കേഫിന്റെ അപ്പുറത്ത് വേറെ കേഫ് ഉണ്ടാവും. അയാൾ സ്വയം തീരുമാനമെടുക്കുന്ന ആളല്ലെങ്കിൽ മുബത്തദീങ്ങൾ ഒന്നും കൗഫാവില്ല. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ താല്പര്യം. ഔലിയാക്കൾക്ക് സ്വയം താല്പര്യം ഉണ്ടാവില്ല. ഒക്കെ ആരുടെ താല്പര്യം? ഒന്നിരിക്കൽ അവരുടെ മുകളിൽ ആളുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് കശ്മീരാമുണ്ടാവും. അല്ലാതെ ഒരു കാര്യം ചെയ്യില്ല. ഒരു കിതാബ് കണ്ടതുകൊണ്ട് അവർ പറയില്ല. ആര്? ഔലിയാക്കന്മാർ പറയില്ല. അവരെ മുകളിലുള്ളവർ പറയും. അപ്പൊ പറയും. അല്ലെങ്കിൽ അവർക്ക് കശ്മീരാമുണ്ടാവും. അങ്ങനത്തെ ആളെ തേടിക്കും. ഈ ഇരിക്കുന്ന സലാമിനെ എനിക്കറിയാം. അവൻ പരിലൊരു ഒരു ഏറെ ഒരു ഉപ്പുമുളകും വെച്ച് വെക്കുകയാണെങ്കിൽ ആദ്യം അവന്റെ പരിസരത്ത് ഒരു സയ്യിദുണ്ട്. ആ സയ്യിദിനോട് ചോദിക്കും. അതൊരു കേഫാണ്. അക്കുട്ടിന്റെ വാപ്പ അത് ബാല്യക്കാരനാണ്. പക്ഷെ അക്കുട്ടിന്റെ വാപ്പ വലിയ കേഫായിരുന്നു. അങ്ങനെ തന്നെ ഒരു കാര്യം പീടി ഉണ്ടാക്കണം. ചിലപ്പോൾ പീടി പൊളി, എന്നിട്ട് പീടി പൊളിയെ പൊളിഞ്ഞു. പീടി പൊള്ളിലും കയറുണ്ടാവും. എന്നിട്ട് പറ്റി പീടി പൊട്ടി. ഒരു കേഫിനോട് ചോദിച്ചിട്ടാണ് ചെയ്തത്. ആ കേഫ് തന്നെ പൊട്ടിക്കോട്ടെ. പൊട്ടിയാലും ഹൈർ തന്നെ. നമ്മൾ പൊട്ടിയില്ലല്ലോ, പീടിയല്ലേ പൊട്ടി. ഔലിയാക്കന്മാരോട് ചോദിച്ച് ചെയ്തതൊക്കെ വിജയിക്കണമെന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ പൊട്ടലും ഹൈറായിരിക്കും. ആണോ? അല്ലേ? 100%.
നമുക്കൊന്നും പറ്റില്ലല്ലോ. അതിനേക്കാൾ വലിയത് അല്ലാഹു തരും. മക്കൾക്കൊരു ബുദ്ധിമുട്ടില്ലേനും അതിലും നമുക്ക് പാടുണ്ടാവും. എന്താണ് കൗഫ് വേണം? ഉദാഹരണം പറഞ്ഞു, അത് ചെറിയ കൗഫാണ്. അതിൻ്റെ അപ്പുറത്ത് വലിയ കൗഫ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ വലിയ കൗഫ് ഉണ്ടാവും. അൽ കൗഫാണ്. ദജ്ജാലിൻ്റെ കാലത്ത് ഒറ്റയ്ക്ക് നടക്കണ്ട, ജാരം ഗുഹയിൽ കയറിക്കോ, ഒരു ഗുഹയിൽ കയറിക്കോ. അതിൽ ഏറ്റവും വലിയ സയ്യിദുൽ കൗഫ്, ഏറ്റവും വലിയ കൗഫ് മുഹമ്മദ് മുസ്തഫയാണ്. ഇജൊരു മാളത്ത് കയറിയാൽ ആ മാളം ഏത് മാളമായിട്ട് ബന്ധമുണ്ടാകണം? അവൻ സുരക്ഷിതനാ. ദജ്ജാലല്ല അവൻ്റെ മൂത്താപ്പാന്ന് അഞ്ച് പഠിക്കണ്ട. ഇതാണ് പറഞ്ഞത്. അല്ലാതെ അൽക്കഫിൽ പണ്ട് ആൾ 7 ആൾ കയറിയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കുലാബി ഒടിച്ച് പിരിഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് പിന്നെ ആയുധത്തിൻ്റെ ആവശ്യമില്ല. ഇന്നലെ ഒരു ദിവസമായിരുന്നു, ആ ദിവസത്തിൽ പാടുണ്ട്. ഞാൻ ചില ആളുകൾ ഈ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ എടുത്തിട്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അവർക്കൊക്കെ വലിയ നാശം സംഭവിക്കും. എന്തുകൊണ്ട്? ഒരു പ്രസംഗത്തെ അല്പഭാഗം അടർത്തിയാൽ അവൻ എന്തുവാക്കാം. മനസ്സിലാണ്ട് പറഞ്ഞത്, ഞാൻ ബദരീങ്ങളാണ്ട് കഴിക്കണമല്ല, ഈ ബദരീങ്ങളാണ്ട് കഴിക്കണ ചിന്തിക്കുന്നുണ്ടോ? എന്താണത്? അത് വലിയ കൗഫിലേക്ക് ചേർന്നോരാ. ഇപ്പോഴത്തെ ഭാഷയിൽ പറയാനത്, പണ്ട് വേറെ ഭാഷ പറഞ്ഞിട്ടുണ്ടാവും. ആ ആളുകൾക്ക് അവിടെ ആയുധത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവർ ആരെ കൂടെ പോണ്? അത് കൗഫിൽ പറയണം. റസൂലുള്ളാഹിന്റെ കൂടെ പോകുന്ന ആ സഹാബികൾക്ക് ബദറിലേക്ക് പോകുമ്പോൾ ആയുധം ഭാരാണ്, അവർക്ക് ആയുധത്തിന് ആവശ്യമില്ല. ആയുധം 8ഉം 10ഉം ഓരോരുത്തർക്ക് കണക്കാക്കി കൊണ്ടുവന്നവർ തോറ്റു. കാരണം അവർക്ക് അങ്ങനത്തെ കൗഫ് ഇല്ല. ഉഹദിൽ ജയിച്ചു, തോറ്റു. എന്താ തോൽക്കാൻ കാരണം? ഈ കൗഫ് പറഞ്ഞ് ആ കൗഫിന്റെ മാളത്തിന് പുറത്ത് കേടി. ഞാൻ പറയാതെ അവർ താഴത്തേക്ക് ഇറങ്ങി തീർന്നു. അപ്പോൾ ഇന്ന് താഴത്തേക്ക് ഇറങ്ങിയവർ ഏത് കൗഫിന്ന് ഇറങ്ങി? റസൂലുള്ളാഹി എന്ന കൗഫിന്ന് ഇറങ്ങി, തോറ്റു. ആണോ? അല്ലേ? അപ്പൊ കൗഫാരാ? ഏറ്റവും വലിയ കൗഫ് മുസ്തഫ നബിയാണ്. മുഅ്മിനീങ്ങൾക്ക് ലോകാവസാനം വരെ കൗഫ് ഉണ്ടാവും. ആ കൗഫ് നമ്മൾ കണ്ടെത്തണം. ഒറ്റക്കൊന്നും ചെയ്യണ്ട, ഓരോണെങ്കിലും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എൻ്റെ വാപ്പനെ പഠിപ്പിച്ച പാടാ. നീ കിതാബ് പഠിച്ചതല്ല, എൻ്റെ വാപ്പനെ പഠിപ്പിച്ച പാടാ. എന്തൊരു കാര്യം! വാപ്പ ഞാൻ ഭൂമി കച്ചവടം ചെയ്യുകയാണെങ്കിൽ, വാപ്പൊരു സാധനം വിൽക്കുകയാണെങ്കിൽ, ഒരു മകളെ കെട്ടിക്കുകയാണെങ്കിൽ നേരെ പോയിട്ട് വാപ്പക്ക് പറയുന്ന ആളുകളുണ്ട്, അവരോട് പോയി പറയും. അപ്പോൾ ദ്വാരം നോക്കും. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഇജ്ജ് ജനിച്ചപ്പോൾ ആലുവ അബൂബക്കർ മുസ്ലിയാർ പോയി അനക്കൂടി ചേർക്കാൻ വേണ്ടി. അങ്ങനെ ആലുവ അബൂബക്കർ മുസ്ലിയാർ അടുത്ത് പോയി, എനിക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്, നിങ്ങൾ ചേർക്കണം എന്ന് പറഞ്ഞു. എനക്കൂടി ചേർന്നു. ആലുവ ആ കാലത്തൊരു കൗഫാണ്, എക്കാലത്തും കൗഫാണ്. കേട്ടിട്ടില്ലേ? ആലുവ അബൂബക്കർ മുസ്ലിയാർ, മാടവൻ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയും, ആലുവ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയും. വലിയമാനാണ്. അതൊരു കൗഫ. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകണ്ട. ഈ ഒന്ന് അപ്പോൾ എന്ത് ചെയ്തു? ബാപ്പ പോയി പറഞ്ഞു, ഒരു ധാരണ, നമ്മളെ ബാപ്പരൊക്കെ അങ്ങനെയാണ്. നമുക്ക് പണി മുട്ടായിക്ക് വയലാണ്, അവർക്ക് പണി മുട്ടായി വയലല്ല. ഈ ജനിച്ചുള്ള തന്നെ മുട്ടായി കൊടുക്കുന്ന പണി അന്നില്ല. അന്ന് ജനിച്ച ഒരു സ്വാലിൻ്റെ അടുത്തേക്ക് പോയി, എനിക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട് പറയും. അപ്പോൾ ഇത് ആർക്കും പഠിച്ചവനെ സ്വാലിയാക്കി കൊടുക്കുക. അതൊരു കേഫൊക്കെ വയലാണ്. ആണോ? അല്ലേ? ആ കുട്ടികളൊക്കെ സ്വാലി അയച്ചിട്ടുണ്ട്. പള്ളിയിലുണ്ടാകുമ്പോൾ പോയി പറയും, എൻ്റെ ഭാര്യക്ക് സാലിയാകാൻ വേണ്ടി ചേർക്കണം. അവരൊക്കെ ജയിച്ചു, ആ കുട്ടികളൊക്കെ സാലിയായി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് പഠിക്കണം. ഇത് തമാശല്ല, ഇത് ഭയങ്കര ഗൗരവമാണ്. ഇവിടെ കൗഫ് എന്ന് പറഞ്ഞാൽ ഈ കൗഫിൽ നമ്മൾ പഠിക്കുന്ന വേണം. അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ. പിന്നെ അതിൻ്റെ താഴെ കൗഫുകളുണ്ട്. ഓരോ സമാനിലെ കൗഫുണ്ടാവും. ആ സമാനിലെ കൗഫിനെ കണ്ടെത്തൽ നിന്റെ ബാധ്യത. ആ കൗഫിൽ തുറന്ന പിന്നെ ആ കൗഫിലേക്ക് ഒരാൾക്ക് പോകാനും കഴിയൂല, തിരിഞ്ഞില്ല. ഞാൻ ഒരാൾ കൗഫിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ അവിടെ എത്തി നോക്കിയപ്പോഴും പഞ്ഞു തിരിഞ്ഞിട്ടില്ല. നല്ല ഉഷാറിലിരിക്കണം. എന്താ പറഞ്ഞേ? ഒരാൾ എവിടേക്ക് കയറി? കൗഫിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് വാതിലടച്ചാൽ പൂർണ്ണമായി എന്തിൻ്റെ ഉള്ളിലായി? കൗഫിന്റെ. പിന്നെ ഈ അസ്ഹാബുൽ കൗഫിനെ പറ്റി ഈ സൂറത്ത് എന്താ പറഞ്ഞേ? പിന്നെ ഒരാൾ അവിടെ വന്ന് നോക്കിയാൽ വിത്തലായിട്ടാലെയും അങ്ങോട്ട് എത്തി നോക്കിയാൽ പോലും വല്ലയിച്ച പേടിച്ചു പോയും. കാരണം കൗഫിന്റെ ഉള്ളിൽ കയറിയ ആൾക്ക് അത്ര വലിയ സംരക്ഷണം ആര് കൊടുക്കും? അല്ലാഹു കൊടുക്കും. അപ്പൊ ഏത് തെറ്റാലും അങ്ങോട്ട് പായും. ഇത് എന്തിനുള്ളിലാണെങ്കിൽ, ഈ കൗഫിന്റെ ഉള്ളിലാണെങ്കിൽ. കൗഫാരാ? ഔലിയാക്കള്. ഏറ്റവും വലിയ കൗഫ് മുസ്തഫ നബി ആണെങ്കിൽ അതിന്റെ താഴെ ചെറിയ കൗഫുകളില്ലേ, അതൊക്കെ ഔലിയാക്കന്മാരാണ്.
മോനെ കുറ്റം പറഞ്ഞ് നടക്കരുത്, നീ ജോലെ പരിശോധിക്കാൻ നടക്കരുത്. ഒരിക്കലും ലൈറ്റ് അടിച്ച് നോക്കുക. ഇപ്പൊ CM ലൈറ്റ് അടിച്ച് നോക്കാൻ പാടില്ല. ഇന്നത്തെ സന്യമാലയമാർക്ക് ഒറ്റ അബദ്ധത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണ്. വലിയ തിരിഞ്ഞാൽ പിന്നെ ഒരിക്കലും ലൈറ്റ് അടിച്ച് നോക്കരുത്. ചെറിയ വലിയനൊക്കെ അള്ളാഹു വലിയ കാണിക്കും. അതിനൊക്കെ കഴിയുന്ന നിൽക്കുന്നത് അപ്പച്ചി മുത്തരിയാവും. ഇന്നത്തെ സുന്യമൂല്യമാരിൽ ഭൂരിപക്ഷവും ഉള്ളിൻ്റെ ഉള്ളിൽ വഹാബിയത്ത് കയറിയതാണ്. അതിനകത്തൊരു വഹാബിയാണെന്നല്ല, അല്ല. ഇന്നക്കമ്പവും ഫീക്കജാഹിരിയാന്ന് മുസ്തഫ നബി പറഞ്ഞില്ലേ. അതായത് ഇന്ന് സുന്നി മൂല്യമാരിൽ വലിയൊരു ഭാഗം ആളുകൾ എന്താണ്, CM പോലത്തെ ആളുകളിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കണമില്ല. ലൈറ്റ് അടിച്ച് നോക്കിയാൽ ഒന്ന് ഗുഹാന്റെ അടുത്ത് വന്നാൽ ഒന്ന് വന്ന് നോക്കി പോകാം, ഓക്കെ. പരിധി വിട്ട് അയക്കാൻ കണ്ണു നോക്കിയാൽ കുറേശ്ശികളെ കണ്ണാട് പോകും. തിരിഞ്ഞിട്ടില്ല. കുറേശ്ശികൾ ആവറേജ് ഒന്ന് നോക്കി, അപ്പൊ ചിലന്തി അവിടെ വലട്ടിട്ടുണ്ട്, ഒരു പോവുകയും ചെയ്തു. അതുകൊണ്ടൊക്കെ അൽഹംദുലില്ലാ എന്തും ഒക്കെ നോക്കിയെങ്കിലോ കണ്ണ് പോവും. ഞങ്ങൾ ഔലിയാക്കന്മാർ ഗുഹകളാണ്, അതിക്ക് ലൈറ്റ് അടിച്ച് നോക്കിയാൽ എൻ്റെ കണ്ണു പോവും. എന്താണ് ഈ കണ്ണ് രണ്ട് കാര്യമാണ്, ഹിസ്സിയൻ മാനവിയൻ. ഹിസ്സിയായ കണ്ണിതാണെങ്കിൽ മാനവിയാണ് ഇവിടെയാണ്. ആ മൂല്യന്മാർ പൊട്ടത്തരേ പറയുള്ളൂ, ആ മൂല്യന്മാർ ദീനെതിരാജേ പറയുള്ളൂ. എന്തേ കാരണം, ഒരു ഔലിയാക്കന്മാർ ലൈറ്റ് അടിച്ചോ നോക്കിയവരാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. കണ്ണ് രണ്ട് ജാതിയാണ്. ഒന്ന് ഇത് പോത്തിനുണ്ട്. പറഞ്ഞ അങ്ങന്മാരെ ഇതാർക്കുണ്ട്? പോത്തിനുണ്ട് കണ്ണ്. ഈ കണ്ണ് പോത്തിനുണ്ട്, പട്ടിക്കുണ്ട്, നായക്കുണ്ട്, പൂച്ചക്കുണ്ട്. എന്ത് ഈ കണ്ണ്? വേറെ കണ്ണുണ്ട്. എന്താണ് ആയത്? എന്താണ്? ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ. ഈ കണ്ണിനല്ല അന്ധത വരിക, വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ. ഇവിടുത്തെ കണ്ണിന് അന്ധത വരും, പിന്നെ ഒരിക്കലും ദീൻ മനസ്സിലാക്കാൻ കഴിയില്ല. എന്ത് ഔലിയാക്കന്മാർക്ക് ചോദിച്ചു, CM എത്ര കഴിയും? CM വലിയാണോ പിന്നെ എത്ര കഴിയും ചോദിക്കണ്ട. ഈ ആകാശാട്ടിമറിക്കാൻ കഴിയും. ചെറിയ വലിയനെ കൊണ്ടോ വലിയ ചെയ്തു. അവിടെ ഖദീർ കുതിരത്ത് ആരുടേതാണ്? അള്ളാഹുവിന്റെ ദിജാലിൽ ലോക്കനം ഉണ്ടാകും. ചില വലിയ ഒരു കറാമത്ത് ചെയ്യില്ല, വലിയ ചെറിയ വലിയ കറാമത്തോട് കറാമത്തിരിക്കും. അതിന്റെ പിന്നിൽ ആരാ? അല്ലാഹു. ചെറിയ വലിയ കറാമത്ത് ചെയ്യും, വലിയ കളിയും ഉണ്ടൂല. ഒരു മനുഷ്യൻ വലിയ ഫയൽമാനാണ്, നാട്ടിലുള്ളവർ മുഴുവൻ ഇടിച്ച് പിന്നെ പൊടി ആക്കിയവനാണ് എന്ന് എല്ലാവർക്കും അറിയെങ്കിൽ ഓനവിടെ വന്നാൽ ഓനെ നാട്ടിലെത്തിയവനെ അവിടെ നാടൻ മുറിക്കുന്ന പണി ഉണ്ടാവുള്ളൂ. ഓന് ഉദ്ഘാടനത്തിന് എന്ന് ബോക്സിംഗ് ഇല്ല, എല്ലാവർക്കും അറിയാം. മുമ്പേക്ക് പറ ചങ്ങായി, നാട്ടുകാരെ മുഴുവൻ ഇടിച്ച് തള്ളിടാൻ ഓന് കഴിയും എന്നതുകൊണ്ടാണ് ഓനെ കൊണ്ടുവന്നത്. അതേ സമയത്ത് ഇങ്ങനെ മണലും ചാക്കിലും ഇടിച്ച് വലിയ ആളായിക്കണമെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയാൽ പിന്നെ എനിക്ക് ഇടി പതിപോകും. നീ ഇടിക്കാരനാകാതെ നാട്ടുകാരാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, അങ്ങനെയല്ലേ മനുഷ്യ. ഇവിടെ നമ്മളെ ബോക്സിംഗ് ജാമ്യം കാഷസ് ക്ലൈ മുഹമ്മദ് അലി വന്നപ്പോൾ ഇവിടെ ഇടിണ്ടായോ? ഇല്ല. എല്ലാവരും പോയിട്ട് മൂപ്പരെ കൊണ്ട് അവരെ ഓട്ടോഗ്രാഫിൽ ഒപ്പിടിച്ചു, നാടൻ മുറിപ്പിച്ചു. മൂപ്പർക്ക് ഇവരെ ഇടി ഉണ്ടായിട്ടല്ല. എന്തുകൊണ്ട്? എല്ലാവർക്കും അറിയാം മൂപ്പര് ആരാണ്, ഇടിക്കാരനാണ്. വലിയ ഔലിയാപ്പാക്ക് കറാമത്തേ ഉണ്ടാവില്ല, കാരണം ഇത് വലിയ ഔലിയാന്ന് എല്ലാവർക്കും അറിയാം. അതേസമയം ഔലിയപ്പണി തുടങ്ങുന്നവർക്കോ കറാമത്തോടെ കറാമത്തുണ്ടോ? ഇത് രണ്ടും ആര് പണിയാണ്? അള്ളാഹുവിന്റെ പണിയാണ്. ഔലിയാക്കന്മാരെ കാര്യത്തിൽ ശങ്കിച്ചത് ഇന്നത്തെ സുന്നി മൂല്യന്മാരെ പരാജയമാണ്. അവരെ കൊണ്ട് ഖൈറുണ്ടാകില്ല. അവർക്ക് വഹാബികൾ മാത്രമേ അവരെ കൊണ്ട് വളരുള്ളൂ. ഇന്ന് സ്റ്റേജിന്റെ മുകളിലിരിക്കുന്ന പല മൂല്യന്മാരെ കൊണ്ടും വഹാബികൾ മാത്രമേ വളരുള്ളൂ, സുന്നികൾ വളരുക. എന്തുകൊണ്ട്? അവരെ കൽബിലെ കണ്ണ് ചത്തുപോയി, അത് അവരറിഞ്ഞിട്ടില്ല. നേതാക്കന്മാർ ഇപ്പോഴും ഒരിക്കൽ സിന്ദാബാദ് വിളിക്കാം, ഈ നാടന്മാരും ഒരിക്കൽ സിന്ദാബാദ് വിളിക്കാം. നാടന്മാർ വിട്ടികളാ, എന്നും വിട്ടികളാ. എന്തൊക്കെ കുരുത്തക്കൾ പറ്റിയതാ. CM-ലേക്ക് ലേറ്റടിച്ച് നോക്കാൻ പറ്റില്ല. CM-ന് എന്ത് കഴിയുമെന്ന് ചോദിക്കാനും പാടില്ല. CM ചെയ്തു എന്ന് നമുക്ക് ഒരു തെളിവോട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യോ എന്ന് നമ്മൾ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ഏത് ചെറിയ വലിയനും വലിയത് കഴിയും. ഇപ്പോൾ സുന്നികൾ ഈ അടുത്ത കാലത്ത് നടത്തിയ പല ഫത്വകളും ഞാൻ സംഘടന പറയുന്നില്ല. എന്തുകൊണ്ട്? സംഘടന നിന്നിക്കലിന്റെ ലക്ഷ്യമല്ല. അവർ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കറാമത്തുകൾ പറയാൻ പാടില്ല. സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തല്ലേ കറാമത്ത്? അങ്ങനെയാണെങ്കിൽ ഇപ്പം മേറാജ് പറയാൻ പറ്റും, സാധാരണക്കാർ ഉൾക്കൊള്ളൂ.
നിങ്ങൾ പറയാം അള്ളാന്റെ റസൂല് ആകാശ ലോകം, അതിന്റെ അപ്പുറം അതിന്റെ അപ്പുറം അതിന്റെ അപ്പുറം, ഞാൻ അതിന്റെ അപ്പുറം ഇല്ലാണ്. അപ്പുറത്തിന്റെ അപ്പുറം പോയി കണ്ടു വന്നപ്പോ പോയ സ്ഥലത്തുള്ള ചൂടും പോയിട്ടില്ല. അങ്ങനെ കിടക്കണോടത്ത് പോവാണ്. അപ്പൊ കിടക്കണ വിരിപ്പിൽ എന്തുണ്ടായിരുന്നു? ഒരു ചൂട് ആറിയിട്ടില്ല. എവിടുന്ന്? ആകാശ ലോകങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിപ്പോ നമ്മൾക്ക് നമ്മളെ റൂഹ് അള്ളാൻ റസൂലിലേക്ക് വെച്ചതുകൊണ്ട് അല്ലേ അംഗീകരിക്കണം. ബുദ്ധി അത് അംഗീകരിക്കും. ബുദ്ധി എന്താ പറയാ? എന്താ ഇങ്ങനെ മൂല്യന്മാർ പറയാൻ കാരണം അവരെ കൽബ് ചത്തുപോയതാണ്. മൂല്യന്മാർ പിന്നാലെ നടക്കണ്ട. അതിൻ്റെ അടുത്ത് മൂല്യം നടക്കണ്ടെന്നല്ല. ഈ ജാതി ആളുകളെ പിന്നാലെ നടക്കരുത്. മൂല്യന്മാരെ പിന്നത്തെ നടന്നാൽ മതി. അവരാരാകണം? അവരാരിമാകണം. അവരാരാകണം? ഹക്ക് സുന്നിയാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരെ കൊണ്ടേ ഖിയാമത്ത് വരെ ദീൻ നിലക്കുള്ളൂ. അതേ സമയത്ത് ഈ ജാതി മനുഷ്യന്മാർ, അതിനൊക്കെ കാരണം ഇതൊക്കെ എന്തിനാ പറയണത്? അതൊക്കെ പുതിയ അവരെ ചങ്ങായിമാരെ തൃപ്തിപ്പെടുത്താണ്. അത് മുബ്തദീങ്ങളാണ്. അവർ മുബ്തദീങ്ങളുമായി കണ്ടുമുട്ടുമ്പോൾ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് അവരാവശ്യം. അപ്പൊ തിരക്കറില്ല എന്ന് മറ്റൊരു ഇങ്ങോട്ടും പറയും, അങ്ങോട്ടും പറയും. സുന്നികൾ പറഞ്ഞ ഒരു കാലത്ത് മുബ്തദീങ്ങൾ നിൽക്കില്ല. അങ്ങനെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ സുന്നിയാവില്ല. അപ്പൊ ഞാൻ വളരെ ചിന്തിക്കണം. അതായത് കഹ്ഫിലേക്ക് ഈ ലൈറ്റ് അടിച്ചു നോക്കണ്ട. കഹ്ഫ് വലിയ, ഓരോ വലിയും കഹ്ഫ. അതിന്റെ മേലെ 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 മേലുണ്ടാവും. ഈ കഹ്ഫിന്റെ മേലുണ്ടാവും എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നൂടെ വീട്ടിലെ പിള്ളേര് ആരെന്നോവർ. എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നുടെ വീട്ടിലെ പിള്ളേര് അതെന്നോവർ ഒക്കെ എന്റെ പേരിൽ പണിക്കാൻ. അപ്പൊ എന്താണ്? അത് വലിയ കഹ്ഫാണ്. അതൊക്കെ കഹ്ഫ് തന്നെയാണ്. ഈ കഹ്ഫ് ആ കഹ്ഫിലുണ്ട്, ആ കഹ്ഫ് മറ്റേ കഹ്ഫിലുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് വലിയ കഹ്ഫുണ്ട്. അതാരാ? കഹ്ഫുൽ വറ. അതാരാ? ഹബീബ റസൂലുള്ളാഹ്. തന്നെ അഹ്ലുസ് സുന്ന. എന്ന് ഞാൻ പറഞ്ഞത് കഹ്ഫിന്റെ അർത്ഥം മാത്രം. നീ തിരിച്ചു വരും. ഇത്തരം കഹ്ഫ് മൊത്തമാണ് ഈ സുഹൃത്തിൽ. ഇതല്ലാത്തൊരു ചർച്ച ഈ സുഹൃത്തിലില്ല. അപ്പൊ ദജ്ജാൽ വരാനായ നിങ്ങൾ എന്ത് ചെയ്തോളി? കഹ്ഫ് കയറിക്കോളി. ഏതാ കഹ്ഫ്? അക്കാലത്ത് ഔലിയാക്കന്മാര്. പക്ഷെ അത് കഹ്ഫ് ആകണമെങ്കിൽ ആ കഹ്ഫ് എവിടെ ഉണ്ടാകണം? പറ മോനെ, റസൂലുള്ളാഹിയാകുന്ന കഹ്ഫുൽ വറയിലുണ്ടാകണം. കാലാസ് നീ പോയിട്ടുണ്ട്. അതിന് നടന്നോ? അതിന് നോക്കിക്കോ, എന്നുവെച്ച് രക്ഷപ്പെടും. ഒരു ദജ്ജാലിനെ പേടിക്കണ്ട. നബിന്റെ ഉള്ളിൽ കയറിയ പിന്നെ ബദരീങ്ങൾക്ക് വടിയും കുന്തവും വേണ്ട. അവർക്ക് പിന്നെ ഭാര. നബി ഒന്ന് മണ്ണിട്ടപ്പോ എല്ലാരും കുറേശികളെ കണ്ണിലും മണ്ണ് ആയി. പിന്നെ അവർക്ക് കണ്ണ് മണ്ണ് വാങ്ങുന്ന പണിയാ. യുദ്ധത്തിന് പണി ഒരുക്കില്ല. എന്തുകൊണ്ട്? അത് കഹ്ഫിൽ വറയായ മുഹമ്മദ് മുസ്തഫയാണ്. ലോകാവസാനം വരെയുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും അഭയം കൊടുക്കണം ആ യുദ്ധത്തിൽ. അതാണ് യൗമുൽ ഫുർഖാൻ. അത് റസൂലുള്ളാഹ് കഴിയും. അവിടെ പണിയെടുക്കുന്ന റസൂലുള്ള ആരാണ്? അള്ളാഹുവാണ്. ഔലിയാക്കന്മാർ ചെയ്യുന്ന പണി മുഴുവൻ അള്ളാഹുവിന്റെ പണിയാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹു റമ. അപ്പൊ ഇത് ഒപ്പം പോണൊരുക്കി ഒത്തിരി പേടിക്കണ്ട. ഒരു കൂടെ നിൽക്കുക, അതിൽ കൂടെ തന്നെ നിൽക്കുക. ആ കൂട്ടത്തിൽ നായാണെങ്കിൽ രക്ഷപ്പെടും. സത്യത്തിൽ നായ കഹ്ഫിന്റെ പുറത്താ, ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണ്. അതെ, എന്നാലും മതി. കഹ്ഫിന്റെ മനസ്സിലായില്ല. യഥാർത്ഥ ഈ പറഞ്ഞ നേരത്തെ ഒരു ഹിസ്സിയായ അസ്ഹാബുൽ കഹ്ഫിന്റെ പുറത്താണ് ആരുള്ളത്? നായ സ്വർഗത്തിലുണ്ട്. ആ നായ സ്വർഗത്തിലാണ്. അശറത്തു മിനൽ ഹൈവാനാത്തി തദ്ഖുൽ ജന്ന. 10 ജീവികൾ സ്വർഗത്തിലാകും. വമിൻഹും കൽബു അസ്ഹാബിൽ കഹ്ഫി എന്ന് ഈ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖ് ബറൂസബി തങ്ങൾ റൂഹുൽ ബയാൻ പറയുന്നുണ്ട്. 10 ജീവികൾ സ്വർഗത്തിൽ കിടക്കും. എന്തേ? ആ കഹ്ഫിന്റെ അവിടെ എത്തി. നായക്ക് അത്രയും ചെല്ലാൻ പറ്റും. എന്നാലും കഹ്ഫിനെ തേടി ഓടിയതാണ്. കഹ്ഫിന്റെ പുറത്ത് കിടന്നു ആര്? നായ. عشرة من الحيوانات يدخل الجنة مع المؤمنين على ما كان مقاتل. 10 من الحيوانات تدخل الجنة. وروي ناقة صالح صالح നബിയുടെ ഒട്ടകം. വഅജ്ലു ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീട്ടിൽ മലക്കുകൾ വന്നപ്പോൾ അറുത്തുകൊടുത്ത പശുക്കുട്ടി. വകബിഷ് ഇസ്മായിൽ നബിക്ക് പകരമായി അറുത്ത കൊറ്റനാട്. വബഖറത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി കൈകാര്യം ചെയ്ത എന്ത്? പശു. യൂനിസ് നബിക്ക് അഭയം കൊടുത്ത മത്സ്യം. ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര പോയ കഴുത. സുലൈമാൻ നബിയെ ചിരിപ്പിച്ച ഉറുമ്പ്. എന്തിപ്പോ ഉറുമ്പ് ചെയ്തിട്ടുള്ളൂ? തമാശ പറഞ്ഞു.
അതിന് ആര് ചിരിച്ചു? ആ നബി ചിരിച്ചു. ഞാൻ അതിനെ സ്വർഗത്തിൽ കിടക്കും. അതിന്റെ ഒക്കെ അർത്ഥം. പിന്നെ സുലൈമാൻ ബൽഖീസിനെ ഈമാൻ കിട്ടാൻ കാരണക്കാരനായ ഹുദ്ഹുദ് പക്ഷി. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ. വനാഖത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ റസൂലുള്ളാഹിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിജ്റ വന്ന് ഒട്ടകം. ഇവരൊക്കെ എവിടെ കയറും? പറയാം. ഭൂമിയിലെ 10 ജീവികൾ സ്വർഗത്തിലുണ്ടാവും. അതിലൊരു ഉറുമ്പ് വരെ ഉണ്ട്. ആ ഉറുമ്പിന്റെ വാക്ക് കേട്ട് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. ആര്? സയ്യിദുനാ സുലൈമാൻ. അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര പോയത് ഒരു കഴുതപ്പുറത്ത്. ആ കഴുത 10 ജീവികൾ അതിൽപ്പെട്ടതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ നായ. നമ്മൾ ഔലിയാക്കന്മാര് ഈ നായന്റെ പണി ഇപ്പൊ നമുക്കുണ്ട്, എന്തോ അല്ലേ? ഈ നായയുടെ പണിയാണോ നമ്മളെ പണി? നമ്മൾ കഹ്ഫിന്റെ പുറത്ത് കിടക്കാണ്. എന്തിന്? ആ ഔലിയാക്കന്മാർ ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ചാടണം. ഇജുള്ള ഇജ് യഥാർത്ഥ സുന്നിയാണെങ്കിൽ നിന്റെ പരിസരത്ത് നിന്ന് ഒരു വഹാബി എന്ത് പറയില്ല, ഒരു ഔലിയാനെ ചീത്ത അറിയില്ല. എന്നെ പിടിച്ചിട്ട് ഇജ് പോണ വരെ പറയില്ല. ഇജാന്ന് ഇറങ്ങി പോന്ന ഒരു ഔലിയാക്കന്മാരെ കുറ്റം പറയും. ഞാൻ പിന്നെ മിണ്ടാ നിൽക്കേനി, ആ ചങ്ങായി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. നിങ്ങൾ ഇപ്പൊ അവിടെ തല്ലുണ്ടാവും. ഇന്നിപ്പോ ഇജുള്ള മജ്‌ലിസിൽ നോക്കി ഒരു CM-നെയും ഒരു മമ്പറത്ത് പാപ്പാനെയും കുറ്റം പറയാൻ ആർക്കും ഏത് വഹാബിക്കും പേടില്ല. എന്തുകൊണ്ട്? ജാരല്ല, നായല്ലേ എങ്ങായി. ഇത് നായക്കോ എങ്ങായി? അസ്ഹാബുൽ കഹ്ഫിന്റെ നായ. ഉലമാക്കളെ പണി നായാകലാണ്. ഉമറാക്കളെ പണി ഉലമാക്കളുടെ പണി. മനസ്സിലായില്ലേ? അസ്സമൂലിയർ ഇന്ത്യ നാട്ടിൽ വയൽ പറയുന്നുണ്ട് എന്ന് കുത്തുവരി വർഷം സുത്തം വേണ്ടി. അങ്ങനെ അതിന് വയൽ പറഞ്ഞു. വയൽ പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഉമറാക്കളെ കൂട്ടത്തിൽ അല്ല പിന്നെ അസ്സമൂലിയോട് പറയാം. അസ്സമൂലിയർ പിന്നെ വയലിൻ്റെ രണ്ടാം ദിവസം പറയാണ്. ഒരു ചങ്ങായി വന്ന്, അത് 10 ഉറുപ്പിക ഉള്ള ഒരാളാണ് അക്കാലത്ത്. അയാൾ വന്ന് പറയാണ്, ഉസ്താദേ നിങ്ങൾക്ക് എന്താണോ അയാൾക്കാണ് തോന്നിയത് അത് നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾക്ക് എന്ത് ധൈര്യമായിട്ട് പറയാം. അതിൻ്റെ പേരിൽ ഇവിടെ 2 കളി ഉണ്ടാകുക. നിങ്ങൾക്ക് ഇവിടെ എന്തും അന്ന് ഞങ്ങളെ ജീവൻ പോയിട്ടേ ഞങ്ങൾ ഒരാൾ തൊട്ടുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആക്കാൻ തോന്നി നിങ്ങൾ പറഞ്ഞു. ഞങ്ങളെ ജീവൻ പോയിട്ട് നിങ്ങൾ എന്നെ തൊട്ടുള്ളൂ ധൈര്യമായിട്ട്. മൂത്തടുത്ത് സത്യത്തിൽ സുന്നിയും സുന്നിയല്ലാത്ത വേർതിരിച്ച് അവരൊറ്റ പ്രസംഗം. അതിന് പറഞ്ഞ മനുഷ്യൻ ഈ മനുഷ്യൻ ഈ ഒരൊറ്റ വാക്ക് മതിയാവും. ഞങ്ങളോട് പണ്ട് പറഞ്ഞു, എൻ്റെ വാപ്പനോട് പറഞ്ഞ അസ്സമൂലിയർ പിന്നെ കാളിയാവൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്ത് ചെയ്തു? കാല് വെട്ടുന്നു. അങ്ങനെ ഒരാൾ ഇവിടെ ചേകനൂരിനെ കുറ്റം പറയാൻ വരുന്നുണ്ടെങ്കിൽ കാലി ഞങ്ങൾ വെട്ടുണ്ടാവും. ഇത് കുറച്ചാളുകൾ മറ്റേ സഖാവ് കുഞ്ഞാലിനോട് പോയി പറഞ്ഞു, അതൊന്ന് കാണണമല്ലോ. കുഞ്ഞാലി എന്ത് പറഞ്ഞു? മൂപ്പര് ഏത് വസന വരെ വെച്ചു വാണിയമ്പലത്ത് പോയി കാത്തുന്നു. കുഞ്ഞാലിയും കുറച്ചാളുകളും പന്തം കൊളുത്തി പോന്നു. മോലിയരെ കാലി വെട്ടുന്ന ബിരിയാടാറുണ്ട്. മനസ്സിലായില്ല? സഖാവ് ഞാൻ സഖാവാണ്, പക്ഷെ മൂല്യർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം മൂല്യർക്ക് ഉണ്ടാവണം. അങ്ങനെ ഒരാൾ പറയണം. അങ്ങനെ മൂല്യന്മാർ ഇവിടെ അക്ക് പറഞ്ഞതിന്റെ പേരിൽ മൂല്യന്മാരെ കാല് ഒട്ടണമെങ്കിൽ കുഞ്ഞാലി മനുഷ്യര് മതി, അല്ലാതെ മൂല്യയുടെ കാലം ഒരാൾ ഒട്ടൂല. ഈ കുഞ്ഞാലി കമ്മ്യൂണിസ്റ്ററിനാണ്, പക്ഷെ അയാൾക്കെന്ന് മതിയാവും. എന്റെ ബാപ്പനോട് 100 വട്ടം സംഭവം പറഞ്ഞു. എന്തുകൊണ്ട്? ആ പരിപാടി ബാപ്പുണ്ട്, ബാപ്പ സംഘടിപ്പിച്ച പരിപാടിയാണ്. അക്കാലത്ത് കാളികാവിലെ വലിയൊരു നേതാവ് ആരുമാണ്? കുഞ്ഞാലിയാണ്. അപ്പൊ കുഞ്ഞാലിനോട് പോയി അസ്സമൂലിയർ കാലോട്ട് നടന്നിട്ടുണ്ട് ഇവിടെ വന്ന് പ്രസംഗിക്കണമെങ്കിൽ. അപ്പൊ ഇവിടെ അസ്സമൂലിയർ അങ്ങനെ ഇവിടെ വന്നിട്ട് ചേകനൂരിനെ കുറ്റം പറയാൻ വന്നാൽ കാളി ഞങ്ങൾ വിട്ടുന്നതാണ്. വാപ്പയും കൂടി ഉള്ള വാപ്പ അസിൽ കളി ഉയർന്നാണ് എന്റെ വാപ്പ. അപ്പൊ അങ്ങനെ അതൊന്ന് കാണണല്ലോ പറഞ്ഞു. എന്ത് ഇത് വാണിയമ്പലത്താക്കി എന്നിട്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തി അസ്സമൂലിയർ മുന്നിൽ നിർത്തിയിട്ട്. അങ്ങനെ ആരെയും കാലോട്ടുകൾ വന്നു. ആ വയലു കൊണ്ടുവന്നു, വയലു പറയിച്ചു. അതോടുകൂടി ആ സൈത്താനിയത്തോടുന്ന് പോയി. അപ്പൊ ഉലമാ പറയണം ധൈര്യത്തിൽ. അതിന് ഇവരെന്ത് ചെയ്യണം? ശക്തി കൊടുക്കണം, ശക്തി പകരണം. ഇവരൊക്കെ ഈ കഹ്ഫിൽ ഉണ്ടാവും നാളെ. അള്ളാഹു തആല എല്ലാവരും അതിന്റെ തൗഫീഖ്, അള്ളാഹിന്റെ പൊരുത്തം അള്ളാഹു എല്ലാവർക്കും കൊടുക്കട്ടെ. ഇതൊക്കെ എന്റെ ബാപ്പനോട് 100 വട്ടം ഈ സംഭവം പറഞ്ഞു. അപ്പൊ ഇതിൽപ്പെട്ട ആളാണ്, ഇതിൽ കൂടിയ കൂട്ടത്തിൽ കൂടിയ ആളാണ്. അപ്പൊ അത് ഈ കഹ്ഫിന്റെ ഉള്ളിൽ ചേരുക. ആ നമ്മളെ പണി നായിന്റെ പണിയാണ്. വലിയാകാൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ പുറത്ത് കിടക്കുക. എന്നാലും ഇവിടെ കയറും. പറയണ കുട്ടി ഉള്ള കയറും. നമ്മൾ ഇവരെ സംരക്ഷിക്കുക. ആരെ? ഈ കഹ്ഫിന്റെ കിടക്കുന്ന ഔലിയാക്കന്മാരെ, കഹ്ഫാവുന്ന ഔലിയാക്കന്മാരെ. ഇന്നത്തെ അവരൊരാൾ എതിര് പറഞ്ഞുകൊണ്ട് ഒരാളിനോട് സംഭവം പറഞ്ഞിട്ട് 10-15 കൊല്ലം മുമ്പ് ഒരാൾ 15 കൊല്ലം മുമ്പ് എന്നോട് സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പുത്തലമങ്ങാടിയിൽ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന
ഒരാൾ ചാടിച്ചോണ്ടിരിക്കും സാധു. അപ്പോൾ രണ്ടാളവിടെ വന്നിട്ട് എന്ത് ചെയ്യാണെന്നറിയോ, രാഷ്ട്രീയം പറയുന്നതിൻ്റെ ഇടയിൽ നേരെ മുന്നിൽ ഇലക്ട്രിക് പോസ്റ്റിൽ ശിഹാബ് തങ്ങളെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർത്താനം പറയണോ, ഒരു വർത്താനം പറഞ്ഞുകൊണ്ട് ഒരുത്തം പറഞ്ഞു, ഇതിന് മുഴുവൻ ഇയാളെ പറഞ്ഞാൽ മതി, ഇയാൾ അതിനൊക്കെ കാരണം. ആരെ ഫോട്ടോ നോക്കിയിട്ട് അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനോട് ദൃക്സാക്ഷി പറഞ്ഞ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആ ചായ ഗ്ലാസ്സിനെടുത്തു മര്യാദക്കണോ എൻ്റെ മുഖത്തിന്റെ കോല ഞാൻ മാറ്റുന്ന ഓൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ 10 മണിക്ക് ചായക്ക് വന്നതാ പീടിക്ക്. മനസ്സിലായാലും ഓൻ അങ്ങനെ പറയുന്ന ഒരാൾ വിചാരിച്ചില്ലേ, ഓനവിടുത്തെ ഒരു കാര്യക്കൂസായി കണക്കാക്കണ. പക്ഷെ ഓൻ ആരാളാണ്? ശാപങ്ങളാണ്. ഷാബി പറയുമ്പോഴത്തെ ഒരു കൗഫാണ്. അള്ളാഹു തആല ദർജ കൊടുക്കട്ടെ. ഈ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ കൗഫുകളെ കൂട്ടത്തിലെ ഒരു കൗഫാണ് ആര്? സയ്യിദ് ശിഹാബ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, അള്ളാഹു ദർജ കൊടുക്കട്ടെ. ഇതൊക്കെ ബഹുമാനപ്പെട്ട മുത്താക്കാൻ നമ്മൾ വിളിക്കുന്ന സയ്യിദ് ഉമർ ശിഹാബ് തങ്ങൾ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബ് തങ്ങൾ, ഒക്കെ കൗഫുകളാണ്. അതെല്ലാം കൗഫുകളാണ്. അതൊക്കെ കൗഫുകൾ തന്നെയാണ്. ഒക്കെ മുത്ത് പോലത്തെ സാധനങ്ങളാണ്. ഒക്കെ കൗഫാണ്. അത് ഓരോ കൗഫുണ്ടാവും ഓരോ കാലത്ത്. ചില കാലത്ത് ഇത് പുറകോട്ട് പോകും. ഞാൻ കണ്ടത് മുഴുവൻ അതാ നിങ്ങൾ വിചാരിക്കും വേണ്ട. അതിൻ്റെ ലക്ഷണം ഉണ്ടാവും. ആ ലക്ഷണം അതിനോട് ചോദിക്കണം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അവരെ സംരക്ഷിക്കൽ നമ്മളെ കടമയാണ്. അവർക്ക് ഒരാൾ എതിര് പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ 4 വർത്താനം പറയാതെ പോകരുത്. അതവിടെ തച്ച് കിടക്കൽ നമ്മളെ കടമയാ. അപ്പൊ നമുക്ക് ആരെ പണിയാ? നായിന്റെ പണിയാ. നായ് മുഹല്ലതായൻ ഇജു ഞാൻ മുഹല്ലതായൻ അതിന്റെ പുറത്തല്ലേ നല്ല തോലുള്ളൂ, എൻ്റെ ഉള്ളിലെ തോലെന്താ? എടാ നായന്റെ അത്ര ശുദ്ധി എൻ്റെ ഉള്ളിലുണ്ടോ? മനസ്സിലല്ലേ? ഇജു ഞാൻ നായില്ലെങ്കിൽ പിന്നെന്താ? നായനെ 7 കഴിയാൻ ശുദ്ധിയാവും. എൻ്റെ ഉള്ളിൽ തൊട്ടാൽ 14 ശുദ്ധിയാവും. മനസ്സിലായില്ല? ഇജന്നട നായായി കിട്ടിയ രക്ഷപ്പെട്ടു. എന്നായി പറയണ ചങ്ങായി നായായി രക്ഷപ്പെട്ടു. നായുമല്ല, ഞാനൊക്കെ കണക്കാ. ഞാൻ എന്നെ പുറത്താക്കി ഞാൻ ഉള്ളു കയറണ്ട. നമ്മളൊക്കെ കണക്കാ. തല കൊടുത്ത് ചിന്തിച്ചോളെ. അപ്പൊ നമ്മളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് കൗഫിന്റെ അസ്ഹാബുൽ കൗഫിന്റെ കൗഫുകളെ തേടി ഓടുക. എന്നിട്ട് ആ കൗഫിനെ കണ്ടെത്തുക. ഇനി പുറത്തേക്ക് പോകാതിരിക്കുക. ഈ സൂറത്തിൽ കുറച്ചപ്പുറത്തിലായത്തുണ്ട്. മുസഫിദ് നോക്കണേ, നമുക്ക് തിരിച്ചു വരുന്നതിലേക്ക്. ഈ വ്യാഖ്യാനം 1, 2, 3, 4 ദിവസം കൊണ്ട് തീരൂല. എന്നെ നേരത്തെ ആയത്തേക്ക് വയ്ക്കും. വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി. ആ ആയത്തിലേക്കില്ലേ, വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി. വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി. ആ ആയത്തിലേക്ക് എത്രാമത്തെ ആയത്താണ്? വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി. 16 അല്ല 28. ഔലിയാക്കൾ നമ്മൾ പല കാറ്റഗറി ഔലിയാക്കൾ, ഏകദേശം കാറ്റഗറി എല്ലാം അസ്ഹാബുൽ കഹ്ഫ് സൂറത്തിലുണ്ട്. പല കാറ്റഗറിയാണ്. കണ്ണിന്റെ ഇമ വെട്ടരുത്. ഞാൻ ഔലിയാക്കന്മാരെ കാറ്റഗറിയാണ്. ഞാൻ ആദ്യം നമ്മൾ തിരിച്ചു വരും. തിരിച്ചു എല്ലാം വ്യാഖ്യാനിക്കും. ഇപ്പൊ ഒരു ഓടുക, ഈ സൂറത്ത് മൊത്തം ഓടുകയാണ്. ഔലിയാക്കന്മാരെ കാറ്റഗറിയാണ്. പല സൈസ് കാറ്റഗറിയാണ്. ഒരു കാറ്റഗറിയാണ് എന്ത്? വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദ്. ഫുള്ള് ദാക്കിരീങ്ങളാ, രാവും പകലും ദിക്റാ. അതൊരു കാറ്റഗറിയാണ്. മനസ്സിലായില്ല? ചില ഔലിയാക്കന്മാർ രാവും പകലും എന്തിലായിരിക്കും? ദിക്റിലായിരിക്കും. ഓരെ കുറ്റം പറഞ്ഞാൽ ഓലെ മാലമണി, ഓലെ മറ്റേത് പറയണ്ട, ഓനെ കുറ്റം പറയണ്ട. എൻ്റെ ബാപ്പയും വല്യാപ്പയും എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. ചന്തക്കുന്നുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ് വീരാങ്കലി പാപ്പ. അലിബാബാക്കൊരു ശബ്ദം ഇട്ടിട്ട് ഇങ്ങനെ ദിക്റില്ല. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇത് ബാപ്പ പറഞ്ഞിട്ടുണ്ട്, വല്യാപ്പ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. വേറെയും ചില ആളുകൾ പറയുന്നത് അക്കാലത്തേക്ക് കേട്ടിട്ടുണ്ട്, പലരും പറയാൻ കേട്ടിട്ടുണ്ട്. അതായത് ചന്തക്കുന്നുമ്മൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഔലിയാക്ക് ബീരാലി ബാപ്പ ഉണ്ട്, കുറച്ച് ആളുകളുണ്ട്. അപ്പൊ ബീരാലി ബാപ്പ നടക്കുന്നിടത്തോളം ഒരു പ്രത്യേക ധ്വനിയിട്ട് ഇങ്ങനെ ദിക്റില്ല. പ്രത്യേക ധ്വനിയ പറയണമെന്ന് പെട്ടെന്ന് തീരില്ല, പക്ഷെ ധ്വനി ഉണ്ടാവും. ദിക്റൊക്കെ തന്നെ പ്രത്യേക ഒരീബായ ദിക്ർ. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഈ ദിക്ർ ചെല്ലുമ്പോൾ അപ്പുറത്ത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കടയിലിരിക്കണം ഒരു ചെങ്ങാതി. ഓന് പൗതി വാബിയ. നേരത്തെ ഇയാളൊരു പന്നിനെ പോലെ, പന്നിൻ്റെ ഒച്ചയും ഇയാൾക്കെന്താ ഒരു ഒറ്റ പന്നിൻ്റെ ഒച്ചിട്ട് പോണേന്ന് പറഞ്ഞു. പന്നിക്കൊരു മോളിലുണ്ടാവും, അത് ആക്രമിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഇയാളെന്താ ഒരു പന്നീനെ ഒച്ചിട്ടാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് എത്തിരിഞ്ഞെന്ന് അത് വരുന്ന പന്നിയായിരുന്നു. പന്നിനെ വന്നു, പന്നിക്കൂട്ടം വന്നു.
അവൻ ഇരിക്കുന്നതിന് മുന്നിലുള്ള മേശ വരെ ഏറ്റിൽ പുറത്ത് കിട്ടും, പൊളിച്ചു. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇത് ദിക്സാക്ഷി സംഭവം പോലത്തെ സംഭവം എൻ്റെ വല്യാപ്പൻ്റെ കാലത്തെ ഈ സംഭവം. ഇത് വല്യാപ്പ പറഞ്ഞിട്ടുണ്ട്. അക്കാലത്തെ പഴമക്കാർ പറയുന്നത് ഞാൻ പരോട്ടം കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവരെ കളിയാക്കണ്ട. അവർ ചില ദാക്രിയങ്ങളായിരിക്കും. ആ ദിക്ർ ചിലപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു കുറ്റം പറയണ്ട. വസ്ബിർ നഫ്സക മഅൽ, അതൊരു കാറ്റഗറിയാണ്. പകലും ദിക്റില്ല, അതൊരു കാറ്റഗറിയാണ്. വസ്ബിർ നഫ്സക മഅൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രാക്ടിക്കൽ ഔലിയാക്കളെ തിരിച്ചു കൊടുക്കുന്ന സൂറത്താണ് എന്ത്? അൽ കഹ്ഫ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ഓടാൻ പറഞ്ഞത്. വെള്ളിയാഴ്ച നമ്മൾ ഓതുന്നത് ആരുടെ ചരിത്രം മാത്രം? ഔലിയാക്കളുടെ ചരിത്രം. കാരണം അതെന്താണ്? മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ്. പെരുന്നാളിന് മുഅ്മിനീങ്ങൾ ആരെ പറ്റിയാ പറയാ? പന്തലിന്റെ ആളുകൾ ആഘോഷ ദിവസം എന്തിനെ പറ്റി പറയാം? മറഡോണിനെ പറ്റി പറയും, പറഞ്ഞ കൈമാരെ മെസ്സിനെ പറ്റി പറയും, പറയും 3-4 ആളുകളെ പേര് പറഞ്ഞ കൈമാരെ, നെയ്മറിനെ പറ്റി പറയും, നെയ്മർ എന്നൊക്കെ പറയും. പറയാ റൊണാൾഡോ. സിനിമക്കാർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ഒരു പ്രേം നസീർ പിന്നെ എന്താണ് അങ്ങനെ പിന്നെ എന്താ പറയാ അങ്ങനെയൊക്കെ പറയും. ഓരോ ആളുകളെ പറയാം. മുഅ്മിനീങ്ങൾ വെള്ളിയാഴ്ച ആരെ പറ്റി പറയാ? അവരൊക്കെ മുഅ്മിനീങ്ങൾ സന്തോഷം ഓലെ പെരുന്നാൾ അന്നാണ്. പോലെ ഔലിയാക്കന്മാരെ പറ്റി പറയാ. മുഅ്മിനീങ്ങൾ ഔലിയാക്കന്മാരെ ആളാണ്. അവനവന്റെ ആളുകളെ അവനാ പറയാ, അവനവന്റെ ഉള്ളിലല്ലേ പറയാ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കഥ പറഞ്ഞില്ലേ, ഒരുത്തൻ നമ്പൂരിനെ ചീത്ത പറഞ്ഞു, പോത്തെ പിന്നെ അക്കാൾ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ നമ്പൂരി ചേമ്പേ നോക്കാം അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ആരോ ചോദിച്ചു നമ്പൂരിനോട്, എന്ത് ഓങ്ങളെ പോത്തെ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്തിനാ ചേമ്പേ? നോം തിന്ന് നോം പറഞ്ഞു. അവൻ തിന്ന് അവൻ പറഞ്ഞു. അവനാൻ്റെ ഉള്ളിലുള്ളവർ പറയാൻ പറ്റുള്ളൂ. മുഅ്മിനീങ്ങളുടെ ഉള്ളിൽ ഔലിയാക്കന്മാരാണ്. ഔലിയാക്കന്മാരെ സൂറത്താണ് ഏത്? അത് കണ്ടെത്തണം. അത് അവിടെ നമ്മൾ വിജയിക്കേണ്ടത്. ഇത് ഔലിയാക്കന്മാരെ കഥ മാത്രം. അവർ 28-ാമത്തെ ആയത്ത് ഔലിയാക്കന്മാരോടുകൂടെ ക്ഷമിക്കാൻ പറയാം. വസ്ബിർ നഫ്സക മഅൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി. അവർ ദാക്രിയങ്ങൾ, അവർക്കൊരു പണി ഉണ്ടാവില്ല, ദിക്റില്ല. ദിക്റിന്റെ ഹൽക്ക സംഘടിപ്പിക്കുക, ദിക്റില്ല. ഓൻ എന്ത് കുറ്റം പറയാൻ നടക്കണ്ട. ഇത് കൂടിയാലും കൂടിയില്ല കുറ്റം പറയാൻ നടക്കണ്ട. കുറ്റം പറഞ്ഞാൽ എൻ്റെ ഈമാന്റെ പ്രകാശം പോകും. അത് അള്ളാന്റെ ഔലിയാക്കന്മാരെ വേറൊരു കാറ്റഗറിയാ. നീ കഴിഞ്ഞിട്ടില്ല. അപ്പുറത്തുണ്ട് എന്ത്? അതിന്റെ അപ്പുറത്തുണ്ട് വദരിബ് ലഹും മസല റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ. വേറെ കാറ്റഗറിയാ. ആ 32 അല്ലെ 32 വദരിബ് ലഹും മസല. അവിടെ 2 ആള് പറയുന്നുണ്ട്. അതിൽ ഒരാൾ വലിയ. ഈ വലിയ എങ്ങനെ? മുഫ്ലിസ ലില്ലാഹി, മുഫ്ലിസുൻ ലില്ലാ. കിട്ടിയത് മുഴുവൻ ചെലവാക്കി തീർത്തു. കയറിയിരിക്കും മക്കൾ, കയറിയിരിക്കും. ആ സൈഡിലൊക്കെ ഉണ്ട്, ആ സൈഡിലൊക്കെ സ്ഥലമുണ്ട്. ഇങ്ങോട്ട് കയറിയിരിക്ക്, കയറിയിരിക്കും. പല കാറ്റഗറിയിലെ ഔലിയാക്കന്മാര്. ഈ ആളാരാന്നറിയോ? ഈ ആളെ അവിടെ ഖുർആൻ പരിചയപ്പെടുത്തില്ല. അയാളെ ദിക്ർമലല്ല, കിട്ടിയതൊക്കെ ചെലവാക്കി, പാപ്പറായി. ആർക്ക് വേണ്ടി ചെലവാക്കി? അള്ളാഹ്ക്ക് വേണ്ടി ചെലവാക്കി. അത് ഔലിയാക്കന്മാരെ വേറെ വിട്ടാണ്. ഒന്നും എടുത്തക്കൂല, കിട്ടിയൊക്കെ ചെലവാക്കും. അത് വേറെ ഔലിയാക്കളാണ്. ഈ ആളെപ്പം ദിക്റുകൊണ്ടല്ല. ഈ ആൾക്ക് ദിക്റുണ്ടാകാം, പക്ഷെ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ ഈ ആൾ ദിക്റിന്റെ ആളായിട്ടല്ല പരിചയപ്പെടുത്തി. പിന്നെന്ത്? ദിക്റുണ്ട്, അയാൾക്ക് ദിക്റുണ്ട്, ഇയാൾ ദിക്റുണ്ട്. ദിക്റില്ലാത്ത ഒരാളുണ്ടാവില്ല. പക്ഷെ ആ ആളുടെ ശുഹ്റത്ത്, ആ ആളുടെ മീസത്ത്, ആ ആളുടെ ശഖ്സിയത്ത്, ലോകം ആ ആളെ അല്ലാഹു തആല ആ ആളെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ഇഫ്ലാസ്. അയാൾ പാപ്പറായി. എങ്ങനെ ചെലവാക്കിയിട്ട്? ലില്ലാഹി. പാപ്പ മരിച്ചപ്പോ 4000 സ്വർണ്ണ നാണയം കിട്ടിയിരുന്നു. അതാണ് അള്ളാന്റെ മാർഗത്തിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തു, വിധവകളെ സംരക്ഷിച്ചു, ഇൽമിനെ സംരക്ഷിച്ചു. അങ്ങനെ കയ്യിലുള്ളൊക്കെ തീർത്തു. പിന്നെ ആവശ്യം വന്നപ്പോ ഇക്കാക്കനോട് പോയി ചോദിച്ചു. അപ്പൊ ഇക്കാക്ക കൊടുത്തില്ല. ഇക്കാക്ക ദുന്യാവിന്റെ ആളാ, ദാഖിറത്തിന്റെ ആളാ. ഇക്കാക്ക കളിയാക്കി. എന്റെ ബാപ്പ മരിച്ചപ്പോ എനിക്ക് കിട്ടിയില്ല 4000, എനിക്ക് കിട്ടിയ മതി. ഞാനതുകൊണ്ട് തോട്ടം തൊടുകയും വാങ്ങി, നല്ല തറവാടിന്റെ പെണ്ണ്. ഇപ്പൊ മുതൽ എനിക്കെത്ര? എന്റെ കുടുംബം, എന്റെ പെണ്ണുങ്ങളെ കൂട്ടരാണ് ഈറ്റപ്പുലികളാ. അവരൊക്കെ കണ്ടില്ല. ഓരൊക്കെ കുതിരപ്പുറത്ത് അങ്ങനെ നടക്കണം. ഇജിന്റെ അനുജന എന്ന് പറയുന്നത് എനിക്ക് മാനക്കട. ഇതൊക്കെ എന്ത് മനുഷ്യനാ?
ഇപ്പം ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ പേരിൽ പോയിട്ട് നമ്മളെ കഥ പറയുമ്പോൾ ഞാൻ തല താത്തി കുത്തിരിക്കില്ല. എന്തുകൊണ്ട്? എന്നെപ്പോലത്തെ അമുക്ക് അനുജൻ എനിക്ക് തിണ്ടോണിയ. അപ്പോൾ മനസ്സിലായി. ഞാൻ വേണമെങ്കിൽ ഞാൻ വാങ്ങിയ തോട്ടം കാണിച്ചു തരാണ്. തോട്ടം ജന്നത്ത് അതിൻ്റെ തോട്ടൊന്നും ഒരു കാലത്ത് നശിക്കൂല. എൻ്റെ തോട്ടാണ് തോട്ടം. ആര് പറഞ്ഞു? ഇക്കാക്ക. മറ്റേ പാപ്പറ 10 ഉറുപ്പ്യ ഇല്ലാത്തതുകൊണ്ട് അരി വാങ്ങാൻ വേണ്ടി പൈസക്കാന്നത് ആര്? ഇത് വലിയാണ്. ഈ പൈസക്ക് ചെന്നാളാരാ? വലിയാണ്. നാട്ടിലങ്ങനെ തെണ്ടിയല്ല. ഇക്കാക്കാനോട് ചോദിക്കാമല്ലോ. എൻ്റെ അമ്മാൻ്റെ പള്ളി കിടന്നാളല്ലേ കാക്ക പൈസ നീ കുറച്ചെടുക്കുന്നു. ഓന് മുതലാളിയാണ്. അപ്പോൾ ഓൻ്റെ തോട്ടത്തിൻ്റെ ബംഗീസ് കാണാൻ വേണ്ടി കൊണ്ടുപോയത്. ഈ തോട്ടം ഒരു കാലത്തും നശിക്കൂല. അപ്പൊ പിന്നെ എനിക്ക് ചോദിക്കുന്നുണ്ടാവും ഖിയാമത്ത് ചോദിക്കൂല. അതൊക്കെ പണ്ട്. എന്ത് ഖിയാമത്ത് അതൊന്നും ഖിയാമത്ത് നാളാവുമെന്നൊന്നും ഉണ്ടാവുന്നു ഇപ്പൊ എനിക്ക് അഭിപ്രായം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്തുണ്ടാവില്ല, ഖിയാമത്ത് നാളുണ്ടാവില്ല. അതൊക്കെ പണ്ട്. ഇത് ഞാനും മമ്മദുല്ല അങ്ങനെ എടുത്ത് പഠിച്ചതല്ലേ. അയാൾക്കല്ല അന്തോട്ട് ഖിയാമത്ത് നാളെന്ന് ഒരു കാലത്തും ഉണ്ട്. അതൊക്കെ മൊല്ലാമാര് ചെലവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ വർത്താനാണ്. ഖിയാമത്ത് നാളുണ്ടാവുന്ന ഇപ്പൊ എനിക്ക് അഭിപ്രായമില്ല. എനിക്കങ്ങനെ അഭിപ്രായമില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്തുണ്ടാവില്ല. ഇനി റബ്ബി എന്നാ മുഹമ്മദ് അല്ലാഹ് പഠിപ്പിച്ച അനുസരിച്ച് നമ്മൾ ഖിയാമത്ത് നാൾ ഉണ്ടായിട്ട് റബ്ബിന്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അവിടെ ഇതിനൊക്കെ വലിയ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. ഞാൻ എങ്ങനെയെങ്കിലും ആ മാസ്റ്ററിന്റെ അടിയിൽ നിന്ന് ഊർന്ന് ചാടിയാണ്ട് ഞാൻ തോട്ടത്തിൻ്റെ അവിടെയൊക്കെ ഒരു പെരേറ്റാണ് ഞാനവിടെ കഴിച്ചു. മനസ്സിലായില്ല? അജിതന്ന ഞാൻ അവിടെ ഉണ്ടാക്കുന്ന ഇയാൾ പറയണത് എനിക്ക് പടച്ചോൻ തരുന്നല്ല. അജിതന്ന ഖൈറൻ മിന്നാ മുൻകലബ, എനിക്ക് അവിടെയും കിട്ടും ഇതിനേക്കാൾ വലിയത്. അപ്പോൾ ഇത് കാഫിരിങ്ങൾ വർത്താനം. ജിമ്മാന്റെ കുട്ടിയായി ജാതി വർത്താനം പറയുന്നത്. ഈ അബ്ദ് ഈ പൈസ 4000 സ്വർണ്ണ നാണയം ആർക്ക് വേണ്ടി ചെലവാക്കിയതാ? റബ്ബിന് വേണ്ടി. എന്റെ സ്വർണ്ണ നാണയം എവിടെയെന്ന് ചോദിച്ചു. പറഞ്ഞു അത് ഞാൻ ഇനി എടുക്കാൻ കിട്ടാത്ത പെട്ടിയിട്ടുണ്ട്. അതാ പറഞ്ഞു. നിനക്കുണ്ടായിരുന്നല്ലോ 4000 സ്വർണ്ണ നാണയം, അത് എവിടെയെന്ന് ചോദിച്ചു. പറഞ്ഞു അതൊരു പെട്ടിയിലായിട്ടുണ്ട്. ആ പെട്ടിയിൽ നിന്ന് ദുനിയാവ് നാൾ ഇങ്ങോട്ട് എടുക്കാൻ കിട്ടില്ല. ഞാൻ ആഹ്റത്ത് പോയാലേ പെട്ടി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ കാര്യം നടത്തിക്കൊണ്ട് അപ്പം തരൂല. ആ ജാതി എല്ലാമാരെ വയറ് കിട്ടുന്നുണ്ട്. എന്നെ പൈസ ചെലവാക്കാൻ എന്നെ കിട്ടൂല. എനിക്ക് കുറച്ച് അന്തമുണ്ട്. മറ്റൊന്നും അന്തല്ലാത്ത വർത്താനാണ്. മനസ്സിലായില്ല പറഞ്ഞത്? അതൊരു വലിയ. അപ്പൊ ഈ വലിയന്റെ ഒരു കാറ്റഗറിയാണ്. അപ്പൊ ആദ്യത്തെ ഒരു കാറ്റഗറി എന്ത്? രണ്ടാം കാറ്റഗറി. ഒന്നാം കാറ്റഗറി പുറകോട്ട് പോലെ. ഞാൻ പിന്നെ പറയാം. പുറകോട്ട് പോകുക അത് ഔലിയാക്കളുടെ ഒരു കാറ്റഗറി. പുറകോട്ട് പോകും. അന്നത്തെ ഔലിയാക്കളുടെ രീതി അതാണ്. അപ്പം ഞാൻ വിശദീകരിക്കുക. അത് കുറച്ച് വർത്താനം പറയാനുണ്ട്. രണ്ടാം കാറ്റഗറിയാണ് ദാക്കിര്യങ്ങൾ. അള്ളാഹ്ക്ക് വേണ്ടി പുറകോട്ട് പോകും. അള്ളാഹ്ക്ക് വേണ്ടി പുറകോട്ട് പോവുക. കാരണം നടുമധ്യത്തിൽ നിന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയുള്ള ഫനാ അന്ന് സംരക്ഷിക്കാൻ ഔലിയാക്കൾക്ക് കഴിയാതെ വരും. അപ്പോൾ അവർ ഉടുകവും പുറകോട്ട് പോകും. അതാണ് ഈ സമാൻ. ഔലിയാക്കൾ പുറകോട്ട് പോകുന്ന കാലം. അപ്പൊ മുന്നോട്ട് ചാടുന്നവർ മുഴുവനും ദുന്യാവിന്റെ പിടുത്തത്തിൽപ്പെടും. നിങ്ങൾ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല. ഇപ്പൊ ദുന്യാവിലേക്ക് ചാടുന്നവർ മുഴുവൻ മൂല്യരായാലും തങ്ങളായാലും ദുന്യാവിലേക്ക് ചാടിയോ അതിന് രക്ഷപ്പെടാൻ കഴിയുന്നു. ഇപ്പൊ കത്ത് വിചാരിക്കേണ്ട. പുറകോട്ട് പോകുന്ന കാലം വന്നു കഴിഞ്ഞു. ഇത് പുറകോട്ട് പോകുന്ന കാലമാണ്. അത് ഒന്നാം കാറ്റഗറി. ആർക്ക് വേണ്ടി പുറകോട്ട് പോയി? അള്ളാഹ്ക്ക് വേണ്ടി. ബഹുമാനപ്പെട്ട അങ്ങനെ ഒരു കാലം വരും. അവർക്ക് ചിലപ്പോൾ മുന്നോട്ട് ചാടാൻ കഴിയില്ല. അല്ലെങ്കിൽ അവരെ കുട്ടികൾക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് ചാടുന്നൊരു കാലം വരാൻ പോകുന്നുണ്ട്. ആര് വന്നാൽ മതി വരും. ഇപ്പൊ അവരെന്താ വേണ്ടത്? ഇപ്പൊ അവരെ ഈമാൻ സംരക്ഷിക്കണം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. നമ്മളിപ്പോ കള്ളന്മാരെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പോലീസിന് ഫോൺ ചെയ്തു. മറ്റേ കള്ളന്മാർ ഇവിടെ മറ്റേ പെരൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കള്ളന്മാരൊക്കെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബാധ്യത എന്താ? പോലീസ് വരുന്നവരെ കാരണം അന്നെ കണ്ട കൊല്ലും. കാരണം ഇപ്പൊ എന്നെ സംരക്ഷിക്കണ ആരില്ല, പോലീസില്ല. അപ്പൊ പോലീസ് വരുന്നവരെ എന്ത് ചെയ്യണം? പരമാവധി ബാക്കിൽ പോയിട്ട് ഒളിച്ചു തീർക്കണം. ആര് വരുന്നവരെ? പോലീസ് വന്നാൽ പിന്നെ പോലീസിനെ നടക്കാലോ. പിന്നെ പോലീസിനല്ലേ. പിന്നെ ധൈര്യത്തിൽ പേരിടാത്ത ആണുങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ പറയാം. മരിച്ചോനെ മയ്യത്തുണ്ടായപ്പോ കുരുട്ടി പറഞ്ഞില്ലേ
ഞങ്ങൾ ഏജാദിനോട് കളിച്ച് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ അതാ അപ്പൊ പറ്റും, ഇപ്പൊ പറ്റൂല. ഇപ്പൊ നമ്മളെ എടുക്കണം. ഇപ്പൊ എന്ത് എഡ്യൂസിറ്റി, കൊറ്റേസിറ്റി, ഏത് സിറ്റി ഉണ്ടായാലും അത് ഭൂലോകത്തെ പൊട്ടത്തരം മാത്രമാണ്. ഇപ്പൊ അതിന്റെ സമാനല്ല. ഇവിടെ ദുന്യാവ് പഠിപ്പിക്കാൻ മൂല്യന്മാർക്ക് ബാധ്യതയില്ല. മൂല്യന്മാർക്ക് ഓരോ ദുന്യാവ് പഠിപ്പിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യത. അത് സർക്കാർ പള്ളർച്ച ചെയ്യുന്നുണ്ട്. ദുന്യാവ് പഠിപ്പിക്കാൻ വേണ്ടി മൂല്യന്മാർ എന്താണ് മൂല്യര് അതിലാണ് പെട്ടു. ഈ പോൾവാട്ടിൽ ചാടുക എന്നൊരു പരിപാടി ഉണ്ട് സ്കൂളിലും മറ്റേ സ്പോർട്സിലുണ്ട്. എന്ത് കുണ്ടത്തിൽ പൊങ്ങിയിട്ട് കയറിന്റെ അപ്പുറത്തേക്ക് ചാടണം. കയറിന്റെ അപ്പുറത്തേക്ക് ചാടിയിട്ടില്ലെങ്കിൽ നാട്ടുകാർ കളിയാക്കും ചെയ്യും. വീണ് ഊരനാശായത് മാത്രം വയ്ക്കും. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ മൂല്യന്മാർ പറയണത് എന്താ, നമുക്ക് ദുന്യാവ് ആക്രം കിട്ടും, എല്ലാം കൂടി പഠിപ്പിച്ചു കൊടുക്കുക. നടക്കൂല. ഇത് ദുന്യാവിന്റെ ഒരു കാര്യം. അപ്പൊ നമ്മളെ ചാട്ടം എവിടേക്ക് എത്തൂല. കയറിന്റെ അപ്പുറത്തേക്ക് ചാടാൻ നമുക്ക് കഴിയൂല. അപ്പൊ നമ്മളിപ്പോ തൽക്കാലം മതിമാമ വരുന്നവരെ ആ കുണ്ടത്തിൽ ചാടാതൊക്കെ നല്ലതാണ്. എല്ലാം പൊട്ടിത്തരാം, 100% പൊട്ടിത്തരാം. മൂല്യന്മാരുണ്ടാക്കുന്ന എഡ്യൂസിറ്റി ഒക്കെ 100% ഭൂലോകം വിട്ടിത്തരാം. ഭൂലോകം വിട്ടിത്തരാം. അത് ഓർക്ക് മനസ്സിലാവും എന്നല്ലെങ്കിൽ നാളെ. പക്ഷെ അപ്പൊ പിന്നെ പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ ഞാനത് പറയുന്നത് ഗൗരവമായി ഇത് ഒരു ദേഷ്യമല്ല. നിങ്ങൾ എഡ്യൂസിറ്റി ഉണ്ടാക്കിയ എനിക്കെന്താണ് നല്ലത്. പക്ഷെ അത് നമ്മൾ ഇപ്പൊ നമ്മൾ ആരെ എന്തെങ്കിലും പിടിച്ചിറക്കിയാലും അവർ ദുന്യാവനാണ് കൊണ്ടുപോയി. ദുന്യാവനുണ്ടാവും. അവനെ കടലമ്മ കൊണ്ടുപോയി എന്ന് വയലാർ പാടിയമായി അവനെ കടലമ്മ കൊണ്ടുപോകും. അരയത്തി പെണ്ണ് പിഴച്ചു പോയി അവനെ കടലമ്മ കൊണ്ടുപോയി. അങ്ങനെ ഒരു പാട്ടുണ്ട് വയലാറിന്റെ പാട്ട്. അല്ലടാ തോന്നുന്നു എനിക്ക് ഇതിന് വല്ലാൻ തോന്നും. അരയത്തി പെണ്ണ് പിഴച്ചു പോയി അവനെ കടലമ്മ കൊണ്ടുപോയി. അങ്ങനെ ഒരു പാട്ടുണ്ട്. 10-50 കൊല്ലം പറഞ്ഞ പാട്ട. അപ്പൊ എന്നതുപോലെ ഇന്നിപ്പോ നമ്മൾ കുട്ടികളെ നമ്മൾ കടലിലിറക്കിയാൽ, ദുനിയാവിന്റെ കടലിലിറക്കിയാൽ അവനെ കടലമ്മ കൊണ്ടുപോകും. ദുനിയാവിന്റെ